ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथं वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् स गणललिता शिविशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरि ओम तत्सत्। हरे कृष्ण. നമ്മൾ വായിക്കുന്നത് മുകുന്ദമാല 26ാമത്തെ ശ്ലോകമാണ്. തത്വം ഭുവാനാനി പരം പരസ്ഥാൻ മധു കൃഷ്ണാദേവ മുദാവഹാനി പ്രാവർത്തയാ പ്രാഞ്ജലിരസ്മി ജിഹ്വേ നാമാനി നാരായണ ഗോചരാണി. തത്വം ഭുവാനാനി പരം പരസ്ഥാൻ മധുക്ഷരന്തീവ മുദാവഹാനി പ്രാവർത്തയാ പ്രാഞ്ജലിരസ്മി ജിഹ്വേ നാമാനി നാരായണ ഗോചരാണി. സ്മിത മാതാജി, അഞ്ജുഷ മാതാജി. ഹരേ കൃഷ്ണ. തത്വം ബ്രുവാണാനി പരം പരസ്ഥാൻ മധുക്ഷരന്തീവ മുദാവഹാനി പ്രാവർത്തയ പ്രാഞ്ജലിരസ്മി ജിഹ്വേ നാമാനി നാരായണ ഗോചരാണി. അഞ്ജുഷ മാതാജി വായിക്കോ. പ്രവിശ്യ ഇതില് ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ വായിക്കാം. എന്റെ അടുത്തുള്ള ബുക്കില് 2ാമത്തെ ലൈനില് മാറ്റം. കേൾക്കുന്നില്ലേ പ്രവിജി? കേൾക്കുന്നില്ല. ഓക്കെ, ഇപ്പോഴും ഓക്കെ. അതില് 2nd ലൈനില് ചെറിയൊരു വേർഡ് ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ പ്രവിജി. ഞാനത് പിന്നെ കറക്റ്റ് ചെയ്തോളാം. തത്വം ബ്രുവാണാനി പരം പരസ്മാ ദഹോക്ഷരന്തീവ സദാം ഫലാനി പ്രാവർത്തയ പ്രാഞ്ജലിരസ്മി ജിഹ്വേ നാമാനി നാരായണ ഗോചരാണി. മധു എന്നാണത്. 2ാമത്തെ അവിടെ ദഹോ കഴിഞ്ഞിട്ട് ബ്രുവാണി പരം പരസ്മാ ദഹോ മധു എന്നാണ്. അത് കഴിഞ്ഞിട്ട് മധു. ഓക്കെ മധു ക്ഷരന്തീവ. എന്തായാലും അതിന്റെ ട്രാൻസ്ലേഷൻ കൂടി വായിച്ചോളൂ മലയാളത്തില്. ഇല്ല, ഇതില് ട്രാൻസ്ലേഷൻ ഇല്ല. സ്മിത മാതാജിയുടെ കയ്യിലല്ലേ? വായിക്കാം പ്രഭു. എന്റെ പ്രിയപ്പെട്ട നാവേ, നാരായണന്റെ നാമങ്ങൾ ജപിക്കാനായി ഞാൻ നിന്നോട് തൊഴുകൈയോടെ യാചിക്കുന്നു. പരമനിരപേക്ഷ സത്യത്തെ വിവരിക്കുന്ന ഈ നാമങ്ങൾ തേനിറ്റു വീഴുന്നതുപോലെ സന്തോഷം നൽകുന്നവയാണ്. Very good. My dear tongue, I stand before you with joined palms and beg you to recite the names of Lord Narayana. These names, describing the supreme absolute truth, bring great pressure as if executing honey. കുലശേഖര ആൾവാർ തൻ്റെ നാവിനോട് അപേക്ഷിക്കുകയാണ്, കൈ കൂപ്പിയിട്ട് അപേക്ഷിക്കുകയാണ്. ദയവ് ചെയ്തിട്ട് ഞാൻ യാചിക്കുകയാണ്. എന്ത്? ഭഗവാൻ നാരായണന്റെ നാമം ജപിക്കാൻ വേണ്ടിയിട്ട്. കാരണം അതല്ലാതെ പരമസത്യമായിട്ട് ഒന്നുമില്ല ഈ ലോകത്ത്. ഈ ലോകത്ത് പരമസത്യമായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ,
ഭഗവാന്റെ അംശങ്ങളായി നമ്മളും എറ്റേണലാണ്, ബാക്കിയെല്ലാം ടെമ്പററി ആണ്. അപ്പോൾ സ്പിരിറ്റ് മാത്രമേ പരമസത്യമായിട്ടു, അത് മാത്രമാണ് ചേഞ്ച് ചെയ്യാത്തതുള്ളൂ. അതിന് ബിഗിനിങ് ഇല്ല, മിഡിലില്ല, അതേപോലെ എൻഡിങ്ങും ഇല്ല. തുടക്കവുമില്ല, മധ്യമില്ല, അവസാനമില്ല. അപ്പോൾ പരമസത്യത്തിന്റെ അംശങ്ങളാണ് നമ്മൾ. ഇത് മാത്രമേ, സ്പിരിറ്റ് മാത്രമാണ് ശാശ്വതമായിട്ടുള്ളൂ. അതുകൊണ്ട് നാരായണന്റെ നാമം മാത്രമേ നമ്മളെ തിരിച്ച് നാരായണന്റെ അടുത്തേക്ക് കൊണ്ടുപോകുള്ളൂ. അതുകൊണ്ട് കൈകൂപ്പി ഞാൻ യാചിക്കുകയാണ് ഭഗവാൻ നാരായണന്റെ നാമം ജപിക്കാൻ വേണ്ടിയിട്ട്. ദീസ് നെയിംസ് ഡിസ്ക്രൈബിംഗ് ദ സുപ്രീം അബ്സല്യൂട്ട് ട്രൂത്ത്, ഈ പരമസത്യത്തിനെ വിവരിക്കുന്ന ഈ നാമങ്ങൾ, ഭഗവാന്റെ നാമങ്ങൾ എന്താണ്? നമ്മുടെ തേന് ഉരിയുന്ന പോലെയാണ്, തേന് ഒഴുകുന്ന പോലെയാണ്. അത് നമുക്ക് ആനന്ദം പകരുന്നു. അബ്സല്യൂട്ട് ട്രൂത്ത് ബ്രിങ് ഗ്രേറ്റ് പ്ലഷർ ആസ് ഇഫ് എക്സിക്യൂട്ടിങ് ഹണി. ഹണി എന്ന് പറഞ്ഞാൽ നെക്ടർ അല്ലേ? അപ്പോൾ അമൃത് പോലെ തേൻ ചൊരിയുന്ന ആ നാമജപം നമുക്ക് അത്രയും ആനന്ദം തരുന്നു. അതുകൊണ്ട് നാരായണന്റെ നാമങ്ങൾ സദാ ജപിക്കുക എന്നാണ് കൈകൂപ്പിട്ട് തൻ്റെ സ്വന്തം നാവിനോട് ആര് അഭ്യർത്ഥിക്കുന്നത്? കുലശേഖര ആൾവാർ. അപ്പോൾ നാമം നാമ്യം തമ്മിൽ യാതൊരു വ്യത്യാസമില്ല, നമുക്കറിയാം. ഭഗവാൻ നാമരൂപത്തിലാണ് കലികാലത്തിൽ അവതരിക്കുന്നത്. നാമരൂപേ കലികാലെ കൃഷ്ണ അവതാരം അല്ലെ? നാമരൂപത്തിലാണ് കലികാലത്തില് ഭഗവാൻ അവതരിക്കുന്നത്. അപ്പൊ നാമവും നാമ്യം തമ്മിൽ യാതൊരു അന്തരവുമില്ല എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നു. There is no difference between the name and the Supreme Lord. They are identical. ഭഗവാനോട് ബന്ധപ്പെട്ടുള്ള എല്ലാം അബ്സല്യൂട്ട് ആണ്. ഭഗവാന്റെ പാരഫെർനാലിയ, ഭഗവാന്റെ നാമം, ഭഗവാന്റെ ഡിവോട്ടീസ്, ഇതെല്ലാം ഭഗവാന്റെ ധാം, ഇതെല്ലാം അബ്സല്യൂട്ട് പ്ലാറ്റ്ഫോമിലാണ്, എല്ലാം ഐഡന്റിക്കലാണ്. അപ്പൊ നമുക്ക് അതിനെ ഒരു ഭിന്നമായിട്ട് കാണാൻ പറ്റില്ല. So at first our tongues may be unwilling to chant the holy name, the Lord's name. കാരണം എന്താ? നമുക്ക് അതിന് രുചി വന്നിട്ടില്ല. നമ്മൾ എത്രയോ കാലങ്ങളായിട്ട്, ജന്മാന്തരമായിട്ട് ഭൗതിക വസ്തുക്കളിൽ കാമാസക്തി കൊണ്ട് അത് ആസ്വദിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ആസ്വാദനം കിട്ടുന്നില്ല, സന്തോഷം കിട്ടുന്നില്ല. അപ്പോൾ ഈ ഭൗതിക ലോകത്തിലെ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളും വസ്തുക്കളും അതേപോലെ നമ്മളുടെ ബന്ധുക്കളെല്ലാം നമുക്ക് സന്തോഷം തരും എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണയിൽ നമ്മൾ അവരെ മുറുക്കി പിടിച്ച് ജീവിക്കുകയാണ്. അതുകൊണ്ട് ഈ ശരിക്കുള്ള ഭഗവാന്റെ കാര്യങ്ങളിലും ഭഗവാന്റെ നാമത്തിലും ഭഗവാന്റെ ബാക്കിയുള്ള ആരാധന രീതികളിലും നമുക്ക് രുചി ഇതേവരെ വന്നിട്ടില്ല. അപ്പോൾ ആ രുചി വരുന്നവരെ നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം, കൾട്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള പ്രോസസ്സ് സത്സംഗം, ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള സത്സംഗം, ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുക. ഇതെല്ലാം ചെയ്യുമ്പോഴാണ് നമുക്ക് രുചി കിട്ടുള്ളൂ. ഭഗവാന്റെ കൃപ കൂടി വേണം. അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള ആ സാധുസംഘം നമുക്ക് കിട്ടിയാൽ അവരുടെ സത്സംഗത്തില് നമുക്ക് അവരുടെ ക്വാളിറ്റീസ് ഇംബൈവ് ചെയ്യാൻ പറ്റും. പതുക്കെ നമുക്ക് ആ രുചി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഈ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാനുള്ള ആ ഒരു രുചി, എന്തുകൊണ്ടാണ് നമ്മൾ ജന്മാന്തരമായിട്ട് ഒരുപാട് പാപകർമ്മങ്ങളുടെ ഭാണ്ഡം കൊണ്ട് നടക്കുകയാണ്. എത്രത്തോളം കാലം പാപകർമ്മങ്ങളുടെ ഭാണ്ഡം നമ്മൾ ചുമക്കുന്നു, അത്രത്തോളം കാലം നമുക്ക് ഭഗവാന്റെ നാമത്തിലോ ഭഗവാന്റെ ലീലകളിലോ ഇതിൽ രുചി ഉണ്ടാവില്ല. അപ്പൊ ഇത് കുറയുന്നതനുസരിച്ച് നമ്മുടെ ആ രുചി കൂട്ടും, ഭഗവാനോടുള്ള രുചി കൂടും. പാപങ്ങൾ കുറയ്ക്കണം. നമ്മൾ പാപങ്ങൾ ഒന്നിന്റെ മീതെ വേറൊന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലെ ഭാണ്ഡത്തിന്റെ മീതെ വീണ്ടും ഈ ജന്മത്തിൽ പാപകർമ്മങ്ങൾ ചെയ്യുന്നു, അതിന്റെ മീതെ വീണ്ടും കൂടുന്നു, അതിന്റെ ഇൻട്രസ്റ്റ് പിന്നെ വീണ്ടും. അപ്പൊ അതുകൊണ്ട് ഇത് കുറയാത്തത് കൊണ്ടാണ് നമുക്ക് ഭഗവാന്റെ ലീലകളോടും ഭഗവാന്റെ നാമങ്ങളോടും ഒന്നും യാതൊരു രുചിയുമില്ലാത്തത്. അപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഇതിനൊരു കണക്ഷൻ കിട്ടി, ഇതിനൊരു ഇൻക്ലിനേഷൻ ഭഗവാന്റെ നാമം ഉച്ചരിക്കാനും
ഭഗവാന്റെ ലീലകൾ കേൾക്കാനും ഭഗവാന്റെ കാര്യങ്ങളെപ്പറ്റി ഡിസ്കസ് ചെയ്യാനും ഇതിന് ഒരു രുചി കിട്ടിക്കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് പെട്ടെന്ന് അതിനുള്ള രുചി ഉണ്ടാവില്ല. അതാണ് പറയുന്നത്, അറ്റ് ഫസ്റ്റ് അവർ ടങ്സ് മേ ബി അൺവില്ലിംഗ് ടു ചാൻഡ് ദ ലോർഡ്സ് നെയിം. ഡിസ്ക്രൈബിംഗ് ദ നിയോഫൈറ്റ് ചാൻഡർ, Srila Bhaktivinoda Thakura states, some bear only the burden, others appreciate the truth of the true worth of things. Okay. എന്താണ് ഭക്തിവിനോദ് ഠാക്കൂർ പറയുന്നത്? സം ബിയർ ഓൺലി ദ ബേർഡൻ, അതേഴ്സ് അപ്രീഷിയേറ്റ് ദ ട്രൂ വർത്ത് ഓഫ് തിങ്സ്. ചില ആൾക്കാർ അത് ബേർഡൻ ആയിട്ട് തോന്നും അല്ലേ, വളരെ ഭാരമായിട്ടുള്ള. കാരണം അവർക്ക് അതിനുള്ള ആ ഒരു ടേസ്റ്റ് വരാത്ത കാരണം, അതിന് രുചി വരാത്ത കാരണം അവർക്ക് സന്തോഷം വരുന്നില്ല ജപിക്കുമ്പോൾ. അത്രയും കർമ്മങ്ങളുണ്ട്. അപ്പൊ നമ്മളുടെ ഹൃദയം അത്രയും കൽമശങ്ങൾ നിറഞ്ഞതാണ്. അപ്പൊ അവിടെ ക്ലീൻ ചെയ്യാത്തോടത്തോളം കാലം നമുക്ക് അതിന് രുചി കിട്ടില്ല. അപ്പൊ അത് ആ ക്ലെൻസിങ് പ്രോസസ്സാണ് നാമജപം. അപ്പൊ അത് നന്നായി ക്ലീൻ ചെയ്ത് തന്നാൽ നമുക്ക് അതിനുള്ള ടേസ്റ്റ് ഓട്ടോമാറ്റിക്കലി വരും. Others appreciate the true worth of things. Srila Rupa Goswami also recognizes the plight of the beginner and encourages him to pursue his chanting even though it seems dry and unpleasant. അപ്പോൾ രൂപ ഗോസ്വാമി എന്താണ് നമ്മളോട് നിർദ്ദേശിക്കുന്നത്? നമുക്ക് അതിനുള്ള രുചി, അതിനുള്ള ടേസ്റ്റ് കിട്ടിയില്ലെങ്കിലും, ഈവൻ ഡ്രൈ ആണ്, ഈവൻ ഒരു ആർട്ടിഫിഷ്യലായിട്ട് നമുക്കൊരു കൃത്രിമമായിട്ട് തോന്നുന്നെങ്കിലും ഈ ചാൻറ്റിങ് പ്രോസസ്സ് അത് നമ്മൾ മുടങ്ങാണ്ട് ചെയ്യുമ്പോൾ പിന്നീട് പതുക്കെ പതുക്കെ നമുക്ക് അതിനുള്ള രുചി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനീഷ്യലി ഇറ്റ് സീംസ് ഡ്രൈ ആൻഡ് അൺപ്ലസന്റ്. ഒരു ബർഡനായിട്ട് നമുക്കൊരു ഭാരമായിട്ട് തോന്നും ആദ്യം. കാരണം വെച്ചാൽ അത് ശീലിച്ചിട്ടില്ല. നമ്മൾ ഇന്ദ്രിയ ഭോഗങ്ങൾ ചെയ്തിട്ടുള്ള ശീലമുള്ളൂ അല്ലേ, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ശീലമുള്ളൂ. ഇങ്ങനെ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഭഗവാന്റെ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആ ഒരു ശീലമില്ലാത്തത് കൊണ്ട് അത് ഡ്രൈ ആയിട്ട് തോന്നുകയാണ്. സോ ദ ഹോളി നെയിം, ക്യാരക്ടർ, പാസ്റ്റ് ടൈംസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് കൃഷ്ണ ആർ ഓൾ ട്രാൻസെൻഡന്റ്ലി സ്വീറ്റ് ലൈക്ക് ഷുഗർ കാൻഡി. ഭഗവാന്റെ നാമം, ഭഗവാന്റെ ക്യാരക്ടർ, സ്വഭാവം, ലീലകള്, എല്ലാ കാര്യങ്ങളും, എല്ലാ കർമ്മങ്ങളും, ഭഗവാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് ഷുഗർ കാൻഡി പോലെ മധുരമുള്ളതാണ് പറയുന്നത്. ഷുഗർ കാൻഡി പോലെ മധുരമുള്ള. Although the tongue of one afflicted by the jaundice of avidya, ignorance, cannot taste anything sweet, it is wonderful that if a person simply chants these sweet names carefully every day, a natural relish awakens with his tongue and his diseases is gradually destroyed at the root. Nectar of Instruction എടുത്താണ് 7th ശ്ലോക. അപ്പൊ നമുക്ക് ജോണ്ടിസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ സ്വീറ്റ് കഴിക്കുമ്പോൾ ബിറ്റർനെസ് തോന്നുന്നത്. അപ്പൊ നമ്മളുടെ എന്താണ് ജോണ്ടിസ്? അവിദ്യ, അജ്ഞത, ഇതാണ് നമ്മുടെ ജോണ്ടിസ്. അപ്പൊ ഈ അജ്ഞത കാരണം, അവിദ്യ കാരണം നമുക്ക് ഈവൻ മധുരമുള്ള കാര്യങ്ങളും അത് കയ്പായിട്ട് തോന്നും. എങ്ങനെ ഒരു മഞ്ഞപ്പിത്തം പിടിച്ച ഒരു രോഗിക്ക് മധുരമെല്ലാം കയ്പായിട്ട് തോന്നുന്നു, അതേപോലെ അവിദ്യ കാരണം, അജ്ഞത കാരണം നമുക്ക് ഭഗവാന്റെ ഈ നാമങ്ങളും ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ ഗുണങ്ങളും ഭഗവാന്റെ രൂപവും എല്ലാം നമുക്ക് അതിനോടുള്ള ഒരു താല്പര്യം, അതിനോടുള്ള ഒരു ഒരു മമത തോന്നില്ല. അതാണ് ഇവിടെ ജോണ്ടിസിന്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ വി മേ ആൾസോ ടേക്ക് ഹാർട്ട് ഇൻ ദ എക്സാമ്പിൾ ഓഫ് നാമാചാര്യ ഹരിദാസ് ഠാക്കൂർ. ഓക്കെ, എല്ലാവർക്കും അറിയാം നാമാചാര്യ ഹരിദാസ് ഠാക്കൂർ 192 മാല, അതായത് ആൾമോസ്റ്റ് 22 hours എ ഡേ നാമം ജപിച്ചിരുന്നു. ഓക്കെ, നാമരുചിയില്ലെങ്കിൽ എങ്ങനെ അദ്ദേഹത്തിന് ഇത്രയും ഡെയിലി 192 മാല അല്ലെങ്കിൽ 22 മണിക്കൂർ ഭഗവാന്റെ നാമം ജപിക്കാൻ പറ്റും? നാമരുചി, വൈഷ്ണവ സേവ, പിന്നെന്താണ് ജീവദയ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നാമരുചി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു 2 കൂടി വേണം. വൈഷ്ണവ സേവ വേണം, ജീവദയ വേണം. എന്താണ് വൈഷ്ണവ സേവ? ഭക്തന്മാരെ സേവിക്കുക. ഭക്തന്മാരെ സേവിക്കുമ്പോൾ എന്ത് പറ്റും? ഭക്തന്മാരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. നാരദ മഹർഷിക്ക് അദ്ദേഹത്തിന്റെ പൂർവ്വജന്മത്തില്
എങ്ങനെയാണ് ഭക്തി വേദാന്ത സാധുക്കളുടെ അനുഗ്രഹം കിട്ടിയത്? പിന്നത്തെ ജന്മത്തില് ആ ബാലൻ നാരദ മഹർഷിയായി മാറി അല്ലേ? അപ്പൊ വൈഷ്ണവ സേവ അവിടെ ചെയ്തു. വൈഷ്ണവ സേവ ചെയ്തുകൊണ്ട് ഇവിടെ നാമരുചി കിട്ടി, അവരുടെ അനുഗ്രഹം. ഓക്കെ, അപ്പോ അതിനുശേഷം നമുക്ക് ജീവതയ, അത് മറ്റുള്ളവർക്ക് കമ്പാഷൻ കാണിക്കുക, മറ്റു ജീവജാലങ്ങൾക്ക്. എല്ലാവരും ഈ സംസാര സാഗരത്തില് വന്ന് പെട്ടുകിടക്കുകയാണ്. അപ്പൊ നമ്മൾ മാത്രം നമ്മളെ ഉദ്ധരിച്ചാൽ പോരാ, മറ്റുള്ളവരെയും കൂടി ഈ സംസാര സാഗരത്തിന് കരകയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പൊ അത് ജീവദയ. അപ്പോ നാമരുചി, വൈഷ്ണവ സേവ ആൻഡ് ജീവദയ. അതുകൊണ്ട് നമ്മൾ ഒരു ജീവജാലങ്ങളെയും ഉപദ്രവിക്കാൻ പാടില്ല. സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളുടെ നാവിന്റെ രുചിക്ക് വേണ്ടിയിട്ട് മറ്റുള്ള അനാവശ്യമായിട്ടുള്ള മറ്റുള്ള ജീവജാലങ്ങളെ നശിപ്പിക്കുന്നു, നമ്മളുടെ നാവിന്റെ രുചിക്ക് വേണ്ടിയിട്ട് അല്ലെ? അവരെ കൊല്ലുന്നു, അവരെ ഭക്ഷിക്കുന്നു. നമ്മളുടെ കോട്ടയല്ല. അപ്പൊ അങ്ങനത്തെ ഒരുവന് എങ്ങനെ നാമരുചി ഉണ്ടാവും? നാമരുചി വേണമെങ്കിൽ നമ്മൾ പാപകർമ്മങ്ങളിൽ നിന്ന് മുക്തരാവണം. പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ നാമരുചി? ഇപ്പൊ നാമരുചി ഇല്ലാത്തതിന്റെ കാരണം നമ്മൾ ഒരുപാട് ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നു, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസിന് അത്രയും ഊന്നി പറയുന്നത്. നമ്മുടെ ശാസ്ത്രങ്ങളും നമ്മുടെ ആചാര്യന്മാരും ഗുരുജനങ്ങളും സാധുജനങ്ങളും ഊന്നി പറയാൻ കാരണം ഈ 4 നിയമങ്ങൾ പാലിച്ചാൽ മാത്രമാണ് നമുക്ക് ഭഗവാന്റെ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാവുള്ളൂ, ഭഗവാന്റെ നാമജപത്തിൽ താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ ഭഗവാന്റെ നാമജപം നടക്കണം, ഭഗവാന്റെ ലീലകൾ കേൾക്കണം, ഭഗവത്ഗീത, ഭാഗവതം എന്നീ ഗ്രന്ഥങ്ങൾ വായിക്കാനുള്ള രുചി ഉണ്ടാവണമെങ്കിൽ നമ്മൾ പാപകർമ്മങ്ങളിൽ നിന്നും മുക്തനാവണം. ഈ പാപകർമ്മങ്ങളിലെ പ്രധാനപ്പെട്ട ഗ്രോസ് ആയിട്ടുള്ള പാപകർമ്മങ്ങളാണ് നമ്മുടെ 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് കൂടെ ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരായിരിക്കുന്നത്. 4 നിയമങ്ങൾ പാലിക്കണമെന്നാണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, യമനിയമങ്ങൾ. നിയമം എന്താണ്? യമനിയമങ്ങൾ പറഞ്ഞ യമം എന്ന് പറഞ്ഞാൽ എന്താണ് ജിഷ മാതാജി? നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ നാമം ജപിക്കണം, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം, അല്ലെ? പരോപകാരം ചെയ്യണം, മറ്റുള്ളവർക്ക് കമ്പാഷൻ കാണി, ഇതൊക്കെ ചെയ്യേണ്ടത്. നിയമം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത റെഗുലേഷൻസ്. അപ്പോ ഈ യമനിയമങ്ങളിൽ കൂടെ നമ്മളുടെ ഈ പാപകർമ്മ ഇത്രയും കാലം ചെയ്തിട്ടുള്ള ആ ഭാണ്ഡമില്ലേ പാപകർമ്മങ്ങളുടെ, അത് നമ്മുടെ ചാനിങ്ങൾ കൂടെ ഓട്ടോമാറ്റിക്കലി ഭഗവാന്റെ കൃപ കൊണ്ട് നശിക്കും. അപ്പം ഇനി മുതൽക്ക് നമ്മളത് കമ്മിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, പാപകർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ 4 നിയമങ്ങൾ നമ്മൾ പാലിക്കണം. അപ്പോൾ നമ്മളുടെ ഈ കർമ്മത്തിന്റെ ഭാണ്ഡം കൂടില്ല, കുറയും. അതേ സമയത്ത് കുറയും. എങ്ങനെ കുറയും? നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ ചെയ്ത പാപകർമ്മങ്ങളെല്ലാം പതുക്കെ പതുക്കെ അത് ഡിപ്ലീറ്റ് ആയിട്ട് പോകും. അപ്പൊ എങ്ങനെ ഒരു ബലൂൺ, അത് ഫുള്ളി ബ്ലോൺ അപ്പ് ബലൂൺ ആണെങ്കിൽ അത് വലുതായിട്ടിരിക്കും, അന്ന് കാറ്റ് പോകുമ്പോൾ ഡിപ്ലീറ്റ് ആവില്ല. അതേപോലെ നമ്മളുടെ പാപകർമ്മങ്ങളും നാമജപത്തിലൂടെയും വൈഷ്ണവ സേവയിലൂടെയും ജീവദയ ഇതിലൂടെയും ഇതെല്ലാം നശിക്കും. അങ്ങനെ നമുക്ക് ഈ നാമത്തിനോട് രുചി തോന്നും. പിന്നെ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർമ്മം കൂടില്ല. അങ്ങനെ നമ്മുടെ സത്കർമ്മമില്ല, ദുഷ്കർമ്മമില്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾ ബാലൻസ് 0 ആയിരിക്കും. ആണ് ഇവിടെ ഇപ്പൊ രുചി. ഭഗവാന്റെ ദിവ്യനാമം, ഭഗവാന്റെ ലീലകള്, ഭഗവാന്റെ ആക്ടിവിറ്റീസ്, ഇതെല്ലാം ദിവ്യമായിട്ടുള്ള ഒരു തലത്തിലാണ്, ട്രാൻസെൻഡന്റൽ ആണ്. ഇത് ഷുഗർ കാൻഡി, അതിനോടാണ് ഓർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹരിദാസ് ഠാക്കൂറിന്റെ ഒരു ഉദാഹരണം പറയാൻ കാരണം, ഹരിദാസ് ഠാക്കൂറിന് ഇത്രയും നാമങ്ങൾ ജപിക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊരു ദിവസം ഒരു 16 മാല സിൻസിയറായിട്ട്, കമ്മിറ്റഡ് ആയിട്ട്, ഫോക്കസോടുകൂടി ചെയ്യാൻ പറ്റില്ലേ?
അപ്പൊ അങ്ങനെ ഈവൻ നമുക്ക് അതിനുള്ള ഒരു ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഒരു രുചി ഇല്ലെങ്കിൽ കൂടി ആർട്ടിഫിഷ്യലി നമ്മൾ ചെയ്യാൻ നോക്കണം. സ്ലോലി ആൻഡ് ഗ്രാജുവലി നമുക്ക് അതിനോട് താല്പര്യം തോന്നും. പ്രഭുപാദോട് ഗിരിരാജ് മഹാരാജ് പറഞ്ഞു, പ്രഭുപാദ് എല്ലാവരും പ്രഭുപാദയ്ക്ക് പ്രണാമം ചെയ്യുന്നുണ്ട്, എനിക്ക് പ്രണാമം ചെയ്യാൻ തോന്നുന്നില്ല. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ബൈവിങ് ഡൗൺ ബിഫോർ യു, വാട്ട് ഷുഡ് ഐ ഡു? വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. താൻ സമ്മതിച്ചു, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. സ്റ്റിൽ യു ഡു ഇറ്റ്, നോ പ്രോബ്ലം, സ്റ്റിൽ യു ഡു ഇറ്റ്, ഈവൺ ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ്, യു ഡു ഇറ്റ്. ആൻഡ് സ്ലോലി ആൻഡ് ഗ്രാജുവലി ബൈ ദ മേഴ്സി ഓഫ് ഗുരു യു വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ് വില്ലിംഗ്ലി. അപ്പൊ നമ്മൾ തുടങ്ങണം, പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഫുൾ ഫോക്കസ് ഒന്നും കിട്ടില്ല, അതിനോട് രുചി ഉണ്ടാവില്ല. സ്ലോലി ആൻഡ് ഗ്രാജുവലി ഭഗവാന്റെ കൃപ കൊണ്ട്, നമ്മളുടെ സിൻസിയറിറ്റി കാരണം ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് അതിനുള്ള ആ രുചി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഹരിദാസ് ഠാക്കൂർ ഭഗവാന്റെ ശുദ്ധഭക്തനാണ്. അതും അദ്ദേഹം ഒരു മുസ്ലിം ഫാമിലിയിലാണ് ജനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനെ വിലക്കി അദ്ദേഹത്തിന്റെ സമുദായക്കാര്. മുസ്ലിം ഫാമിലിയിൽ ജനിച്ചിട്ടും ഹരിനാമം ജപിക്കുന്നുള്ള ആ കെയർ ഓഫില് അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. 22 മാർക്കറ്റ് പ്ലേസിൽ ചാട്ടവാറം കൊണ്ട് അടിച്ചു, എന്നാലും നാമം വിട്ടില്ല. ആ നാമം അദ്ദേഹത്തിന് പ്രൊട്ടക്ട് ചെയ്തു. ചൈതന്യ മഹാപ്രഭു പറയുന്നു, അന്ന് ചാട്ടവാറ കൊണ്ട് 22 മാർക്കറ്റ് പ്ലേസ് അടിച്ചപ്പോ ഹരിദാസ കണ്ടോ, എന്റെ മുതു കണ്ടോ, ഞാനാണ് ആ അടി മുഴുവൻ ഏറ്റെടുത്തതെന്ന് പറഞ്ഞു ചൈതന്യ മഹാപ്രഭു. അപ്പൊ ഭഗവാൻ തൻ്റെ ഭക്തന്മാരെ പ്രൊട്ടക്ട് ചെയ്യാൻ എല്ലാ സ്ഥലത്തും എത്തും. നമുക്ക് അത്രയും ശ്രദ്ധ, അത്രയും ദൃഢമായിട്ടുള്ള വിശ്വാസം ഭഗവാനിലും ഭഗവാന്റെ നാമത്തിലും ഉണ്ടെങ്കിൽ ഭഗവാൻ എല്ലാ സമയത്തും നമ്മളെ രക്ഷിക്കും. സോ ഓൾദോ ബോൺ ഇൻ എ മുസ്ലിം ഫാമിലി, he received the mercy of holy name and began to chant Hare Krishna constantly. Kirtaniya Sadahari. In this way, he achieved the highest perfection of love of God. അങ്ങനെ കൃഷ്ണപ്രേമം, അതാണ് ഹയസ്റ്റ് പെർഫെക്ഷൻ. നമ്മൾ ചെയ്യുന്ന എല്ലാ സ്പിരിച്വൽ പ്രോസസ്സും എന്തിനു വേണ്ടിയിട്ടാണ്? കൃഷ്ണപ്രേമത്തിന് വേണ്ടിയിട്ടാണ്. Indeed, he was such an exalted devotee that Lord Chaitanya himself praised him as if speaking with fire words. അപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോൾ, ചൈതന്യ മഹാപ്രഭുവിന്, നാമാചാര്യ ഹരിദാസ് ഠാക്കൂറിന്റെ കാര്യം പറയുമ്പോൾ 5 വായ ഉള്ള പോലെയാണ്, 5 മൗത്ത്സ്. അത്രയും അദ്ദേഹത്തിനെ പ്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിനെ പുകഴ്ത്താൻ വേണ്ടിയിട്ട്, സ്തുതിക്കാൻ വേണ്ടിയിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ആഗ്രഹം. അത്രയും നല്ലൊരു ഡിവോട്ടിയാണ്. So we cannot imitate Haridas Thakur, but it is encouraging to know that although one may be low born, one can overcome all obstacles by the mercy of holy name. അപ്പോൾ ഏത് വർണ്ണത്തിലാണ്, ഏത് ആശ്രമത്തിലാണ് ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ആർക്കും ഭഗവാന്റെ ആ കൃഷ്ണപ്രേമത്തിന് അർഹതയുണ്ട്. ഏത് ജാതിയിലായാലും ശരി, ഏത് വർണ്ണത്തിലായാലും ശരി, ഏത് ആശ്രമത്തിലിരിക്കുന്ന ആൾക്കാരും ശരി, ഭഗവാന്റെ മേഴ്സി എല്ലാവർക്കും ഈക്വലായിട്ട് കിട്ടും. അതിന് നല്ല ഒരു സിൻസിയർ എഫേർട്ടാണ് നമ്മുടെ സൈഡിൽ നിന്ന് ഭഗവാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എങ്കിൽ നമുക്ക് ഹരിദാസ് ഠാക്കൂറിനെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാനും പാടില്ല. കാരണം നമ്മള് ഹരിദാസ് ഠാക്കൂർ അല്ല, നമ്മൾ നിയോഫൈറ്റ്സ്, നമ്മൾ അതൊക്കെ രാഗാനുഗ പ്ലാറ്റ്ഫോമിലുള്ള ശുദ്ധ ഭക്തന്മാരാണ്. നമ്മളെപ്പോഴും നിയോഫൈറ്റ് സ്റ്റേജിലാണ്. അതുകൊണ്ട് നമുക്ക് ആ സ്റ്റേജിലുള്ള, ഉയർന്ന സ്റ്റേജിലുള്ള ഭക്തന്മാരെ അനുകരിക്കാൻ പാടില്ല. പക്ഷേ അവരുടെ നിർദ്ദേശങ്ങളെ അനുസരിച്ച് ജീവിച്ചാൽ നമുക്കും ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്കും ഉന്നമനം ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. മോറോവർ, ഹരിദാസ് ഠാക്കൂർ ഓൾവേസ് റിമെയിൻഡ് വെരി ഹംബിൾ ആൻഡ് വാണ്ടഡ് ടു റിമെയിൻ അവെയർ ഓഫ് ഹിസ് മെറ്റീരിയൽ ഡിസ്ക്വാളിഫിക്കേഷൻസ്. ഇത്രയൊക്കെ നല്ലൊരു ഭക്തനായിട്ടും എപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഹ്യൂമിലിറ്റി, അത് എപ്പോഴും നമുക്ക് അത്രയും അദ്ദേഹത്തിനെ സ്തുതിക്കണം. ആ ഹ്യൂമിലിറ്റി ഇതെല്ലാം ഉണ്ടായിട്ടും നല്ലൊരു ശുദ്ധഭക്തനായിട്ടും അദ്ദേഹത്തിന് ഒരു ലെവലേശം അയോട്ട് ഓഫ് പ്രൈഡ് ഉണ്ടായിരുന്നില്ല. ഞാനൊരു നല്ല ഭക്തനാണ്, ഒരിക്കലും. എപ്പോഴും താൻ ഏറ്റവും താഴ്ന്ന ലെവലിലുള്ള ഒരു ഭക്തൻ, ആ ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ പറയുന്നില്ലേ, നിറകുടം തുളുമ്പില്ല എന്ന് പറയുന്നില്ലേ?
ഏറ്റവും നല്ല, അതായത് ഏറ്റവും ആ ഉത്തമ സ്ഥാനത്തിലിരിക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തന്മാർ ഒരിക്കലും പറയില്ല ഞാൻ ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തനാണെന്ന്, അല്ലേ? പക്ഷെ നേരെ മറിച്ച് എന്തെങ്കിലും കുറച്ച് അറിവ് തന്നാൽ എനിക്കെല്ലാം അറിയാമെന്നുള്ള ഒരു അഹംഭാവം മിക്ക ആൾക്കാരും ഭൗതിക ലോകത്തിൽ കാണാൻ പറ്റും. പക്ഷെ ഭക്തന്മാർ, ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തന്മാർ എപ്പോഴും ഒരു താഴ്ന്ന പൊസിഷൻ, രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി, മറ്റുള്ള ഗോസ്വാമിമാരെല്ലാം ഉദാഹരണമാണ്. അവരുടെ ആ ഹംബിൾനെസ്, അവരുടെ ഹ്യൂമിലിറ്റി, ഞാൻ എല്ലാവരിലേയും താഴ്ന്ന നിലയിലാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഹരിദാസ് ഠാക്കൂർ ഈവൻ ജഗന്നാഥ് പുരിയിൽ പോവില്ല. ഞാൻ ഒരു മ്ലേച്ഛനാണ്, ഒരു യൗവനാണ്, താഴ്ന്ന കുടുംബത്തിൽ ജനിച്ചാണ്, എനിക്ക് അതിനുള്ള യോഗ്യത ഇല്ല, അതിനുള്ള പ്യൂരിറ്റി ഇല്ല, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. ചൈതന്യ മഹാപ്രഭു നിർബന്ധിച്ചില്ല. ഈവൻ രൂപ സനാതന ഗോസ്വാമിമാർ പോയിട്ടില്ല. കാരണം അവര് അങ്ങനെയുള്ള ആൾക്കാരായിട്ടാണ് സഹവസിച്ചിരുന്നത്. അതുകൊണ്ട് അവരുടെ ഒരു തലം ഒരു താഴ്ന്ന നിലയാണ്. ഞങ്ങൾ കാരണം അവിടെ അശുദ്ധമാവാൻ പാടില്ല, ഞങ്ങൾക്ക് അതിൻ്റെ യോഗ്യത ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരും പക്ഷേ അങ്ങനത്തെ ഡിവോട്ടീസ് ഭഗവാൻ സ്വയം വന്ന് കാണുകയാണ്, ചൈതന്യ മഹാപ്രഭു, അല്ലേ? ജഗന്നാഥും ചൈതന്യ മഹാപ്രഭുവും തമ്മിൽ യാതൊരു അന്തരമില്ല. അപ്പൊ ആ ജഗന്നാഥ് ചൈതന്യ മഹാപ്രഭുവായിട്ട് ഇവർക്ക് ദർശനം കൊടുക്കാൻ അവരുടെ വീട്ടിൽ വരുന്നു. അതാണ് വ്യത്യാസം. അത്രയും ശുദ്ധഭക്തന്മാരാണ്. അപ്പോ അന്നത്തെ കാലത്തെ അവർ സോഷ്യൽ എറ്റിക്കേറ്റ്സ് നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ജഗന്നാഥ് പുരി ടെമ്പിളിലൊന്നും പോയില്ല. ഏനാ അവർ ഈവൻ നല്ല നല്ല ഭക്തന്മാരെ കാണുമ്പോൾ വളരെ ദൂരെ നിന്നിട്ടാണ് അവർ പ്രണാമം ചെയ്യുക. അവരെ അടുത്ത് ചെന്നിട്ട് അവർക്ക് ഒരു അസോസിയേഷൻ കൂടി അവർ മടിക്കുന്നു. പക്ഷേ ചൈതന്യ മഹാപ്രഭു അങ്ങനെ പോകുമ്പോൾ ഓടി ചെന്ന് അവരെ ആലിംഗനം ചെയ്യുന്നു, ഭഗവാൻ സ്വയം. ഇതാണ് ഭക്തന്മാരെന്ന് പറഞ്ഞാൽ അത്രയും ഹ്യൂമിലിറ്റി ആയിരിക്കും. അവർക്ക് ഒരിക്കലും ആ പ്രൈഡ്, അഹങ്കാരം ഉണ്ടായിരിക്കില്ല. ഞാൻ നല്ലൊരു ഭക്തനാണ്. ആരാ നല്ലത്? എല്ലാവരും പറയും ഞാൻ നല്ലൊരു ഭക്തനാണ്, എനിക്ക് നല്ല ഭക്തിയുണ്ട്, ഞാൻ ദിവസേന ഗുരുവായൂരിൽ പോകും, ഞാൻ ദിവസേന അമ്പലത്തിൽ പോകും, ഞാൻ നല്ലൊരു ഭക്തനാണ്. ആരാ പറയാ? പക്വത വരാത്ത, ഭക്തി എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ് അങ്ങനെ പറയുക. ഭക്തിയുള്ള ഒരാളും പറയില്ല. ഭക്തിയുള്ള എല്ലാവരും എന്താ പറയുക? എനിക്ക് ഭക്തിയില്ല. അതാണ് ശരി. ആർട്ടിഫിഷ്യൽ അല്ല അത് ശരിക്കും അവരുടെ ഹ്യൂമിലിറ്റിയാണ്. എങ്ങനെ രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി സ്കോളേഴ്സ് ആയിരുന്നു. ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ പോയപ്പോൾ അവരുടെ വായില് വായിക്കോടായിരുന്നു. കാണിച്ചാൽ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള യോഗ്യതയില്ല അങ്ങയുടെ മുമ്പില്. നാട്ടുകാരെല്ലാവരും ഞങ്ങളെ പണ്ഡിതന്മാരായിട്ട് പറഞ്ഞ് എന്നെ മാനിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഞാൻ ആരാണെന്നും കൂടി അറിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങയുടെ മുമ്പില് വാ തുറക്കാനുള്ള യോഗ്യതയില്ല. സറണ്ടറൻസ്, ടോട്ടൽ സറണ്ടറൻസ്. ഞങ്ങളുടെ അങ്ങയുടെ ഇൻസ്ട്രക്ഷൻസ് കേൾക്കുക, അത് മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. അങ്ങ് എന്താണ് പറയുന്നത് അതനുസരിക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചതാണ് ചെയ്യുന്നത്. So we cannot imitate Haridas Thakura, but it is encouraging to know that although one may be low-born, one can overcome all obstacles by the mercy of the holy name. Moreover, Haridas Thakura always remained very humble and wanted to remain aware of his material disqualification. Material disqualification എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ മ്ലേച്ഛന്മാര്, യവനന്മാര് ഈ കാറ്റഗറിയിൽ പെടും. അതായത് വേദങ്ങൾ ഫോളോ ചെയ്യാത്ത ആൾക്കാരെ. ഇന്നൊന്നും അങ്ങനെയല്ല, പക്ഷെ അന്ന് അങ്ങനെയായിരുന്നു. കാരണം അവര് സനാതന ധർമ്മം ഫോളോ ചെയ്യുന്നില്ല, ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് നമ്മളാണ് കൂടുതൽ പാപകർമ്മങ്ങൾ ചെയ്യുന്നത്. സനാതനം എന്ന് പറയുമെങ്കിലും കൂടിയും അത് ഫോളോ ചെയ്യുന്നില്ല നമ്മൾ. ശരിക്ക് നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ ആ ഭഗവാന്റെ കൃപ കൊണ്ട് അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ, അങ്ങനത്തെ ഒരു സനാതന ധർമ്മത്തിൽ ജന്മം കിട്ടി. പക്ഷേ നമ്മൾ അതിന് വില കൊടുക്കുന്നില്ല, നമ്മൾ അത് ഫോളോ ചെയ്യുന്നില്ല. മറ്റുള്ളവരെ അറ്റ്ലീസ്റ്റ് അവരുടെ എന്താണോ പഠിപ്പിച്ചിരിക്കുന്നത് അത് അറ്റ്ലീസ്റ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നു, നമ്മൾ അതും ചെയ്യുന്നില്ല. അപ്പോൾ ഹരിദാസ് ഠാക്കൂറിന് വളരെ നന്നായിട്ട് അറിയാം തൻ്റെ മെറ്റീരിയൽ ഡിസ്ക്വാളിഫിക്കേഷൻസ്. അതുകൊണ്ട് അതനുസരിച്ചിട്ട് സോഷ്യൽ എറ്റിക്കേറ്റ്സിന്റെ അനുസൃതമായിട്ട് അദ്ദേഹം ജീവിച്ചു. He therefore did not want to associate too intimately with Lord Chaitanya. വളരെ അടുത്ത ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചില്ല. കാണിച്ചാൽ
അങ്ങനെ അസോസിയേഷൻ അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയും അറിയാതെ പാപങ്ങൾ ചെയ്യും എന്നുള്ള പേടി. ഏകദേശം മായാപ്പൂരില് പ്രഭുപാദ ഗംഗയിൽ പോയി കുളിക്കാൻ പോയതല്ല, ഗംഗ അതുകൂടെ പോണ സമയത്ത് പെട്ടെന്ന് അഡ്ഹോക്കായിട്ട് ഓക്കെ ഗംഗയിൽ കുളിക്കാം പെട്ടെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഡിവോട്ടീസ് ഗംച്ചിയും ഇതൊക്കെ കൊടുത്തു. അപ്പോൾ ഗംഗയിൽ എന്ന് അവിടുന്ന് കുളിക്കാൻ തുടങ്ങുന്ന സമയത്ത് മറ്റുള്ള ഡിവോട്ടീസ് റൗണ്ട്സ് പ്രഭുപാദനെ എൻസർക്കിൾ ചെയ്തിട്ട് തമാശയ്ക്ക് വേണ്ടിയിട്ട് വെള്ളം കൊണ്ട് സ്പ്ലാഷ് ചെയ്യാൻ തുടങ്ങി പ്രഭുപാദം മീതയ്ക്ക്. പ്രഭുപാദം വളരെ ഗ്രേവായി പറഞ്ഞു, നെവർ കം ടു ക്ലോസ് ടു യുവർ സ്പിരിച്വൽ മാസ്റ്റർ. വളരെ ഗ്രേവായിട്ട്, ഇറ്റ് വിൽ ബി വെരി ഒഫെൻസീവ്. ഗുരുവിനെ അതൊരു അപരാധമായിരിക്കും ഗുരുവിനോടുള്ളത്. അതുകൊണ്ട് നെവർ ബിക്കം ടു ക്ലോസ് ടു യുവർ സ്പിരിച്വൽ മാസ്റ്റർ. അതൊരു ഇൻസ്ട്രക്ഷനാണ്. നമ്മളെ ഗുരുവിനെ ഒരു ഫെമിലിയാരിറ്റി ബ്രീഡ്സ് പറയുന്നില്ലേ. അപ്പോൾ നമ്മൾ വളരെ ഫെമിലിയറായിട്ട് ഗുരുവിനോട് നമ്മൾ പെരുമാറാൻ പാടില്ല. എപ്പോഴും ആ ഗുരുവിനെ ആ ഗുരുവിന്റെ സ്ഥാനത്ത് ആ ഗുരുവിനെ മാനിച്ച് നമ്മൾ ജീവിക്കണം. വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ വളരെ ലൈറ്റ്ലി പെരുമാറിയാൽ അതൊരു അപരാധമായിട്ട് മാറുമെന്ന് പ്രഭുപാദ പറയണ്ടേ. അപ്പൊ അതേപോലെ ഇവിടെ നാമാചാര്യ ഹരിദാസ് ഠാക്കൂറും ചൈതന്യ മഹാപ്രഭു എപ്പോഴും നാമാചാര്യ ഹരിദാസ് ഠാക്കൂറിന്റെ അവിടെ വന്നിട്ട് ആലിംഗനം ചെയ്യണം. പക്ഷെ അദ്ദേഹത്തിന് പേടി, എന്നുവെച്ചാൽ അത് അത്രയും ഇന്റിമേറ്റ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അതൊരു അപരാധമായിട്ട് മാറാൻ പാടില്ല എന്നുള്ള പേടി. അതാണ് പറയുന്നത് ഇവിടെ. നമ്മള് ഡു നോട്ട് വാണ്ട് ടു അസോസിയേറ്റ് ടു ഇന്റിമേറ്റ്ലി വിത്ത് ലോർഡ് ചൈതന്യ. അപ്പൊ നമ്മൾ ഗുരുജനങ്ങളോടും സാധുജനങ്ങളോടും അങ്ങനെ വളരെ ഇന്റിമേറ്റ് ആയിട്ട് നമ്മൾ പെരുമാറാൻ പാടില്ല എന്ന് നമ്മൾ പഠിക്കണം. And he did not attempt to enter the temple at Jagannath Puri. Cultivating humility in the mood of Haridas Thakura is an absolute requirement for one who wishes to taste the nectar of the holy name and to chant constantly. അപ്പോൾ ഹരിദാസ് ഠാക്കൂറിനെ പോലെ ഹ്യൂമിലിറ്റി നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് കീർത്തനേയ സദാഹരി, നമുക്ക് ഭഗവാന്റെ നാമം യാതൊരു അപരാധം കൂടാതെ നമുക്ക് ജപിക്കാൻ പറ്റുള്ളൂ. The honey within the holy name is remembrance of Krishna. അപ്പൊ എന്താണ് നെക്ടർ, എന്താണ് അമൃതം? ഹോളി നെയിമിലുള്ള അമൃതം എന്താണ്? ഭഗവാനെ സ്മരിക്കുക എന്നുള്ളതാണ്. ദാറ്റ്സ് വൈ ചാൻഡിങ് ദ നെയിം ബ്രിങ്സ് എക്സ്റ്റസി. അപ്പൊ നമ്മൾ ആ തലത്തിലെത്തിക്കഴിഞ്ഞാൽ, ആ രുചി കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാന്റെ നാമം നമുക്ക് ഒരു ഭാവാവസ്ഥയിൽ നമ്മളെ കൊണ്ടുപോകും. As Srila Prabhupada writes, the more one chants the names of Krishna, the more one becomes attached. Thus, service by Shravana and Kirtana, hearing and chanting about Krishna, is the beginning. അപ്പോൾ പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞിട്ടുള്ള നവവിധ ഭക്തിയിലെ ആദ്യം എന്താണ്? ശ്രവണ കീർത്തന, അല്ലേ? ഹിയറിംഗ് ആൻഡ് ചാൻഡിങ്, ദാറ്റ്സ് ദ ബിഗിനിങ്. അവിടുന്നാണ് ഈ പ്രോസസ് തുടങ്ങുന്നത്, ശ്രവണ കീർത്തനത്തിൽ. ദ നെക്സ്റ്റ് പ്രോസസ് ഇസ് സ്മരണ. Always remembering Krishna. When one is perfect in hearing and chanting, you will always remember Krishna. അപ്പോൾ ആദ്യം ഹിയറിംഗ് ആൻഡ് ചാൻഡിങ്, പിന്നെ തേർഡാണ് സ്മരണ. ഓക്കെ, ഇത് രണ്ടും നമ്മൾ ശരിക്കും കൊണ്ട് നടന്നാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഭഗവാനെ സ്മരിക്കാൻ പറ്റും. ഇൻ ദിസ് തേർഡ് സ്റ്റേജ് ഹി ബിക്കംസ് ദ ഗ്രേറ്റസ്റ്റ് യോഗി. ദ മാച്ച്ലെസ് ഗിഫ്റ്റ് പേജ് 89 എന്നുള്ള എടുത്തിട്ടുള്ള ഒരു പർപ്പോർട്ടിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. വെദർ വി ആർ സ്റ്റിൽ അറ്റ് ദ ബിഗിനിങ് സ്റ്റേജ് of bhakti, afflicted with avidya, or whether we are starting to appreciate the true worth of things, let us all go on chanting the holy names of Lord. ഏതൊരു അവസ്ഥയിലും ശരി, ഏത് പരിസ്ഥിതിയിലായാലും ശരി, നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കാൻ ശ്രമിക്കുക. ഏതൊരു സിറ്റുവേഷനാണ് ശരി. And let us relish verses from the authorized devotees who tell us of the honey in the holy name, such as the one by Srila Sanatana Goswami. Srila Sanatana Goswami ഈ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാവർക്കും ഇത് ആസ്വദിക്കാം, ഇത് രുചിക്കാം ഭഗവാന്റെ നാമങ്ങൾ എന്നാണ് പറയുന്നത്. ജയതി ജയതി നാമാനന്ദ രൂപമുരാരേ
വിരാമിത നിജധർമ്മ ധ്യാന പൂജാതി യത്നം കഥമപി സകൃദത്തം മുക്തിദം പ്രാണിനാം യത് പരമം അമൃതം ഏകം ജീവനം ഭൂഷണം മേ എന്നാണ് പറയുന്നത്. ഓൾ ഗ്ലോറീസ് ടു ദ ഓൾ ബ്ലിസ്ഫുൾ ഹോളി നെയിം ഓഫ് ശ്രീകൃഷ്ണ. സ്തുതിക്കുകയാണ് ഭഗവാനെ കൃഷ്ണിക്കണം. ഓൾ ഗ്ലോറീസ് ടു ഓൾ ബ്ലിസ്ഫുൾ ഹോളി നെയിം ഓഫ് ശ്രീകൃഷ്ണ. ഭഗവാന്റെ നാമത്തിനെ ഇവിടെ സ്തുതിക്കുകയാണ്. വിച്ച് കോസസ് ദ ഡിവോട്ടി ടു ഗിവ് അപ്പ് ഓൾ കൺവെൻഷണൽ റിലീജിയസ് ഡ്യൂട്ടീസ്. എന്താണ് കൺവെൻഷണൽ റിലീജിയസ് ഡ്യൂട്ടീസ്? ടു ഗിവ് അപ്പ്. അപ്പോൾ ഈ നാമം ഉണ്ടെങ്കിൽ, നാമത്തിനോട് നമുക്ക് രുചിയുണ്ടെങ്കിൽ, നാമത്തിനോട് നമുക്ക് ആസക്തി ഉണ്ടെങ്കിൽ, നമുക്ക് എല്ലാ കൺവെൻഷണൽ ഡ്യൂട്ടീസും നമുക്ക് ഗിവ് അപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ആ രുചി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പല സ്ഥലത്തും പോകുന്നത്. പണിക്കർമാരുടെ അടുത്തും ജ്യോതിഷന്മാരുടെ അടുത്തും മറ്റ് അമ്പലങ്ങളും ഈ അമ്പലങ്ങളും നമ്മുടെ എല്ലാ സ്ഥലത്തും നമ്മൾ പോകാൻ കാരണം നാമത്തിനോടോ ഭഗവാനോടോ ഉള്ള രുചിയില്ല, ഭഗവാനോടുള്ള ശ്രദ്ധയില്ല. അതുകൊണ്ടാണ് നമുക്ക് സംശയം എപ്പോഴും. അയ്യോ, ഇത് ചെയ്തില്ലെങ്കിൽ അവിടെ കോപമുണ്ടാവോ, അത് ചെയ്തില്ലെങ്കിൽ ഇവിടെ കോപമുണ്ടാവോ. ഭഗവാനോട് സിംഗിൾ പോയിന്റഡ് അറ്റൻഷൻ, ഡിവോഷൻ ഉണ്ടെങ്കിൽ ഭഗവാൻ സംരക്ഷിക്കാൻ പറ്റാത്ത വല്ലതുണ്ടോ? മറ്റ് അന്യ ദേവി ദേവതമാരെ നമ്മൾ താഴ്ത്തി കാണിക്കുകയല്ല ചെയ്യുന്നത്. അവരെല്ലാം ഈ ഭഗവാനിലുണ്ട് അല്ലേ? ഭഗവാൻ അതാണ് ആഗ്രഹിക്കുന്നത്. ഭഗവാനെ ഡയറക്ട്ലി നമ്മൾ അപ്രോച്ച് ചെയ്യുക ത്രൂ ഗുരു. മറ്റ് അന്യ ദേവി ദേവതമാരുടെ വിശ്വാസം നമ്മളിൽ അർപ്പിക്കും നമ്മൾ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും ഭഗവാൻ തന്നെയാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് അത് അവിധിപൂർവകമാണെന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നു. അന്യ ദേവി ദേവതമാരെ നമ്മള് അപ്രോച്ച് ചെയ്യുന്നത്, സമീപിക്കുന്നത് നമ്മളുടെ ഇന്ദ്രിയ ഭോഗത്തിന് വേണ്ടിയിട്ടാണ്, സെൻസ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. പക്ഷെ അവർ തരുന്ന എന്തും ഭഗവാന്റെ അതോറിറ്റിയോട് കൂടിയാണ്. പക്ഷെ നമ്മുടെ അത് അവിധിപൂർവമാണ് ചെയ്യുന്നത് ഭഗവാൻ പറയുന്നു. അപ്പൊ നമുക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും ശരി, എന്ത് തന്നെ, ഈവൻ നമുക്ക് ഭൗതിക തലത്തിലുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഭഗവാനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറയുന്നത് ശ്രീമദ് ഭാഗവത്തില്. അപ്പോ ഭഗവാന്റെ നാമത്തിന് നമുക്ക് രുചി വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺവെൻഷൻ ആയിട്ടുള്ള റിലീജിയസ് ഡ്യൂട്ടീസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്താണ് കൺവെൻഷൻ ആയിട്ടുള്ള റിലീജിയസ് ഡ്യൂട്ടീസ്? എന്താണ് കൺവെൻഷൻ ആയിട്ടുള്ള റിലീജിയസ് ഡ്യൂട്ടീസ്? പ്രഭു, ആ രുചിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പോകുന്ന പ്രോസസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ? സാധാരണ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ആ പ്രോസസ്സ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു പഞ്ചോപാസന, ഓക്കെ, അവരെല്ലാം ഉപാസിക്കുക ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ ആവശ്യമില്ല. പരമ്പരാഗതമായിട്ട് പല ട്രഡീഷണൽ ആയിട്ട് പല കാര്യങ്ങളും, പല ഓത്തറൈസ്ഡ് റിച്വൽസും, തെറ്റായിട്ടുള്ള നമുക്ക് മാറ്റിവെക്കാം. ഓത്തറൈസ്ഡ് ആയിട്ടുള്ള റിച്വൽസ് നമ്മൾ ചെയ്തു വരുന്നുണ്ടായിരിക്കാം, പരമ്പരാഗതമായിട്ട്, ട്രഡീഷണൽ ആയിട്ട്, കൺവെൻഷണൽ ആയിട്ട്. പ്രഭുജി, നമ്മള് ചിലവരെങ്കിലും പറയേ കുടുംബ ദേവതകളെ പൂജിച്ചില്ലെങ്കിൽ കൃഷ്ണനെ മാത്രം ഇതാ പോരെ, കുടുംബ ദേവതകളെ തൃപ്തിപ്പെടുത്തണം എന്നൊക്കെ പലരും ഇങ്ങനെ പറയുന്നുണ്ടേ. നമ്മള് ഭഗവാനെ പൂജിച്ച് അവരും സന്തോഷിക്കല്ലേ ചെയ്യുള്ളൂ പ്രഭു. അതെ, അതാണ്. അപ്പൊ അതായത് നമ്മൾ തത്വങ്ങൾ മനസ്സിലാക്കിയില്ല എന്നർത്ഥം. ആൾക്കാർ, കാരണം കർമ്മകാണ്ഡമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കർമ്മകാണ്ഡത്തിൽ നിന്നും ജ്ഞാനകാണ്ഡത്തിൽ നിന്നും ധ്യാനകാണ്ഡത്തിൽ നിന്നും ഉപരിയാണ് ഭക്തികാണ്ഡം, ഭക്തിമാർഗം. ഓക്കെ, അപ്പോൾ ഭക്തിയിൽ ഭഗവാൻ പറയുന്നത് എന്താണ്? പരോധർമ്മം. എന്താണ് പരോധർമ്മം? അത് ചെയ്യാനാണ് പറയുന്നത്. അത് ചെയ്താൽ ബാക്കി എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. മറ്റത് ഇത് മാത്രമേ ഉള്ളൂ, അതിൽ പരോധർമ്മം ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ നമ്മൾ പരോധർമ്മം ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി ഇൻക്ലൂഡഡ് ആണ്. 100 രൂപയിൽ 99 രൂപ വരെയുണ്ട്, പക്ഷേ 10 രൂപയിൽ 99 രൂപ ഇല്ല. ഉണ്ടോ? അപ്പോൾ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഭഗവാനെ നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ എല്ലാവരും ഭഗവാനെ ഉൾപ്പെടുന്നു. അപ്പൊ നമ്മൾ ഇവരെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
വീണ്ടും വീണ്ടും ഭഗവത്ഗീത ഉടനീളം മറ്റുള്ള ശാസ്ത്രങ്ങളും പറയുന്നുണ്ട്. അവരെല്ലാം ഭഗവാന്റെ സേവകന്മാരാണ്. ഭഗവാൻ തന്നെ നിയമിച്ചിട്ടുള്ള ആൾക്കാരാണ്. അവരെ നിയമിച്ചിരിക്കുന്ന കർമ്മകാണ്ഡത്തിനനുസരിച്ചിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ആ ഒരു ഫലം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കർമ്മകാണ്ഡം ഫോളോ ചെയ്തോട്ടെ, തെറ്റായിട്ട് പറയുന്നില്ല. അവർ ആ തലത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ. പക്ഷെ നമുക്ക് ഇതെല്ലാം അറിയുന്ന സ്ഥിതിക്ക് എല്ലാറ്റിനും നമുക്ക് ഭഗവാനെ മാത്രം സമർപ്പണം ചെയ്താൽ മതി. സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം രജ എന്ന് ഭഗവാൻ പറയുന്നു. അത് ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും ഭഗവത്ഗീതയിൽ ഒരുപാട് തവണ ഭഗവാൻ പറയുന്നുണ്ട്. മറ്റ് ഗ്രന്ഥങ്ങളിൽ ഭാഗവത്തിലും അതന്നെ പറയുന്നത്. എന്നിട്ടും ഇത്രയൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ ഈ ഡൾ ഹെഡിൽ പോകുന്നില്ലെങ്കിൽ പിന്നെ ആരെ പറഞ്ഞിട്ട് കാര്യം? ആൾക്കാർ പറയും അവിടെ പോയാൽ മതി, ഇവിടെ പോയാൽ ഓക്കെ, നോ പ്രോബ്ലം, ലെറ്റ് ദം ഗോ. പക്ഷെ നമുക്കറിയാം എന്ത് പ്രശ്നം, നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്നാലും ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതി. അതല്ലേ പറയുന്നത് ഭഗവാൻ, അകാമ സർവകാമോവ മോക്ഷകാമ ഉദാരതി തീവ്രേണ ഭക്തിയോഗേന യജേതാ പുരുഷൻ പറയും. ഒരു കാമവും ഇല്ല, ഒരു ആഗ്രഹവും ഇല്ല. സർവകാമം, എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് നല്ല വീട് വേണം, നല്ല ജോലി വേണം, നല്ല ഭാര്യ വേണം, ഭർത്താവ് വേണം, കുട്ടികൾ വേണം, എന്താ ശമ്പളം വേണം, ധനം വേണം. എങ്കിലും ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതി പറയണം. പിന്നെന്തിനാ നമ്മൾ അവിടെയും ഇവിടെയും പോയിട്ട് അറിയേണ്ട ആവശ്യം? അതുകൊണ്ട് അവരെ നിന്ദിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. അത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അവർക്ക് ഡ്യൂ റെസ്പെക്ട് എപ്പോഴും കൊടുത്ത് അവർ നമ്മൾ ഒരു വൺ സിംഗിൾ പാത്ത് ഫോളോ ചെയ്യാം. ഒരു സ്ഥലത്ത് നമ്മൾ കുഴിക്കുകയാണെങ്കിൽ കുറെ കുഴിക്കുമ്പോൾ നമുക്ക് വെള്ളം കിട്ടും. 10 സ്ഥലത്ത് നമ്മൾ ഓരോ ഫീറ്റ് കുഴിച്ചാൽ നമുക്ക് വെള്ളം കിട്ടുമോ? ഇല്ല. അപ്പൊ അതേപോലെ നമ്മളുടെ ആ അറ്റൻഷൻ ഒരു സ്ഥലത്തേ ആയിക്കോട്ടെ, അതിനെ പല സ്ഥലത്തേക്കും കൊടുക്കാതെ ഒരു സ്ഥലത്തേക്ക് കൊടുക്കുമ്പോൾ ഭഗവാന്റെ കൃപ കിട്ടും. അതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ എപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. അവിടെ പോവും, ഇവിടെ പോവും, എന്തെങ്കിലും പ്രശ്നം വന്നാൽ വല്ലവരും പറഞ്ഞ്, ഫ്രണ്ട്സ് പറയും അവിടെ പോയാൽ മതി, ആ ദേവി നല്ല സ്ട്രോങ് ആണ്, ആ ദേവൻ നല്ല സ്ട്രോങ് ആണ്, അവിടെ ഇന്ന വഴിപാട് ചെയ്താൽ അത് സാധിക്കും. അതെല്ലാം നമ്മുടെ ഈ ജീവിതത്തിന്റെ, മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശം അതല്ല. അതല്ല നമ്മുടെ ലക്ഷ്യം. അത് ചെയ്താൽ തെറ്റാന്നല്ല പറയില്ല, പക്ഷെ നമ്മൾ എത്ര ജന്മം എടുക്കേണ്ടി വരും വീണ്ടും. ഇപ്പൊ തന്നെ എത്രയോ ജന്മം എടുത്തിട്ടാണ് നമുക്കൊരു മനുഷ്യ ജന്മം കിട്ടിയിരിക്കുന്നത്. ആ മനുഷ്യ ജന്മം നമ്മളെ പാഴാക്കിയാൽ മാതാജി വില്യമംഗലത്തിന് വയറുവേദന വന്ന സ്റ്റോറി പറഞ്ഞില്ലേ പ്രഭു? വില്യമംഗലത്തിന് വയറുവേദന വന്നിട്ട് ദേവിയുടെ അടുത്ത് പോകുമ്പോ 3 ജന്മം കൂടെ കൂട്ടി ചോദിച്ചു പറയില്ലേ ഭഗവാൻ? അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് പ്രകാരം ഭഗവാന്റെ നിർദ്ദേശം എന്താണോ അത് പ്രകാരം ജീവിക്കാൻ നോക്കണം. ഭഗവാൻ പല മാർഗങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ഓരോരോ സ്റ്റേജ് അനുസരിച്ച്. കർമ്മകാണ്ഡത്തിലുള്ള ആൾക്കാർക്ക് അത് ശരി, ജ്ഞാനകാന്ഡം അത് ഓക്കെ, പക്ഷെ ഭക്തി ഈസ് അൾട്ടിമേറ്റ്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെന്താ കാര്യമില്ല. അപ്പൊ ഇതാണ് ഇവിടെ പറയുന്നത്. സോ ലെറ്റ്സ് ഓൾ ഇതാണ് ജയതി വായിച്ചോലെ. സോ all glories to the all blissful holy name of Sri Krishna, which causes the devotee to give up all conventional religious duties. അത് തെറ്റാന്നല്ല പറയുന്നത്. ഭഗവാന്റെ മേഴ്സി കിട്ടിയ, ഭഗവാന്റെ നാമത്തിൽ രുചി കിട്ടിയ ആൾക്കാർക്ക് ഇതിന്റെ ആവശ്യം വരുന്നില്ല. അതാണ് ഒരു ശുദ്ധ ഭക്തന് ഒരു ഒബ്ലിഗേഷനും ഇല്ല എന്ന് ഭാഗവതം പറയുന്നത്. അതായത് നമുക്ക് നമ്മളുടെ പൂർവികരോടോ സേജസിനോടോ മറ്റ് അന്യദേവീ ദേവന്മാരോടോ മറ്റ് ജീവജാലങ്ങളോടോ യാതൊരു കടപ്പാടുമില്ല പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക്. അപ്പൊ ഇവിടെ നാമരുചി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺവെൻഷണൽ റിലീജിയസ് ഡ്യൂട്ടീസ്, മെഡിറ്റേഷൻ ആൻഡ് വേർഷിപ്പ്, ആ തരത്തിലുള്ള ആരാധന സിസ്റ്റംസ് ഓഫ് പ്രോസസ് നമുക്ക് വി ക്യാൻ ഗീവ് ഇറ്റ് അപ്പ്. When somehow or other uttered even once by a living entity, the holy name awards him liberation. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. അത്രയും ശക്തിയുണ്ട് ആ ഹോളി നെയിമിന്. പക്ഷെ ആ ഇന്റൻസിറ്റിയോട് കൂടിയിട്ട് നമ്മൾ ജപിക്കണം. അപ്പോൾ ഈവൻ ലിബറേഷൻ, ഗോകർണന്റെ കഥ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്.
അല്ലെ? ഗോകർണന് ആ 7 ദിവസത്തെ സപ്താഹത്തില് അത്രയും ഇന്റൻസിറ്റിയോടുകൂടി അത് ശ്രവിച്ചത് കാരണം ഗോകർണന് മുക്തി കിട്ടി. അത് കേട്ടിരുന്ന പല ആൾക്കാർക്കും അത് കിട്ടിയില്ല. കാരണം എന്താണ്? അതേ ഇന്റൻസിറ്റിയോടെ അവർ കേട്ടിട്ടില്ല. അപ്പൊ ഈവൻ വൺസ്, ഒരു പ്രാവശ്യം കൃഷ്ണ എന്ന് മനസ്സ് നൊന്ത് സിൻസിയർ ആയിട്ട് വിളിച്ചാൽ നമുക്ക് ലിബറേഷൻ കിട്ടാന്ന് പറയുന്നു. സോ ദ ഹോളി നെയിം ഓഫ് കൃഷ്ണ ഈസ് ദ ഹയസ്റ്റ് നെക്ടർ. അതാണ് ഏറ്റവും ഉയർന്നിട്ടുള്ള അമൃതം. ഇറ്റ് ഈസ് മൈ വെരി ലൈഫ് ആൻഡ് മൈ ഓൺലി ട്രഷർ. ബൃഹത് ഭാഗവതാമൃതം എന്നാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ലൈഫ് ആൻഡ് സോൾ. ദിസ് ഈസ് മൈ ട്രഷർ. എൻ്റെ ഖജാന ഇതാണെന്ന് ബൃഹത് ഭാഗവതാമൃതത്തിലെ സനാതന ഗോസ്വാമി കൂടിയും പറയുന്നു. അതാണ് ജയതി 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 നാമാനന്ദ രൂപമുരാരേ. ബൃഹത് ഭാഗവതാമൃത 1.9 സനാതന ഗോസ്വാമിയുടെ എന്നിടത്താണ്. അപ്പൊ ഈ ഗോസ്വാമിമാരും വെറുതെ എഴുതി പിടിപ്പിച്ചൊന്നല്ല. അവരൊക്കെ റിയലൈസ്ഡ് ആചാര്യന്മാരാണ്, റിയലൈസ്ഡ് സോൾസ് ആണ്. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, ताय गो प्रेमानंदे। हरि हरि। हरे कृष्णा।